നമസ്കാരം. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ജീവിതത്തിൽ വിചാരിച്ച പോലൊരു ഫലം കിട്ടാത്തതെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമ്മുടെ വീടും നമ്മുടെ ഭാവിയും തമ്മിൽ നമ്മൾ അറിയാത്ത ഒരു വലിയ ബന്ധമുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾക്ക് ഇന്ന് സംസാരിക്കാനുള്ളത്. ഈയൊരു ചോദ്യം ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ മനസ്സിൽ പലതവണ വന്നിട്ടുണ്ടാകും, അല്ലേ? എത്രയൊക്കെ ശ്രമിച്ചിട്ടും രാവും പകലും കഷ്ടപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് വിജയം മാത്രം ഇങ്ങനെ അകന്നു നിൽക്കുന്നത്? എവിടെയാണ് ആ താളം തെറ്റിപ്പോകുന്നത്? അല്ലെങ്കിൽ ദേ ഈ ഒരു അവസ്ഥയെപ്പറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ. കയ്യിലേക്ക് പണം വരുന്നുണ്ട്, പക്ഷെ വന്നതിനേക്കാൾ വേഗത്തിൽ അത് പോകുന്നു. കയ്യിൽ നിന്നിങ്ങനെ ഊർന്നു പോകുന്ന പോലെ. എന്തുകൊണ്ടാണ് നമുക്ക് സാമ്പത്തികമായ ഒരു സ്ഥിരത കിട്ടാത്തത്? ഇനി ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരിക്കാം. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും സ്വന്തം വീട്ടിൽ എന്തുകൊണ്ടാണ് ഒരു മനസ്സമാധാനമില്ലാത്തത്? ചെറിയ ചെറിയ കാര്യങ്ങൾക്കു പോലും ദേഷ്യം, വഴക്ക്, അസ്വസ്ഥത. ഒരു പക്ഷേ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരൊറ്റ ഉത്തരമായിരിക്കും ഉണ്ടാവുക. അതെ, ഇവിടെയാണ് നമ്മൾ കാര്യത്തിന്റെ കാതലിലേക്ക് വരുന്നത്. പുരാതനമായ ജ്യോതിഷവും വാസ്തുശാസ്ത്രവും ഒരേ സ്വരത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ താമസിക്കുന്ന വീടിന്റെ ഊർജം തെറ്റാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ താളവും തെറ്റും. ഇത് വെറും ഒരു അന്ധവിശ്വാസമല്ല. അതിനപ്പുറം ഒരു പ്രപഞ്ച സത്യമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ശരി, അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഇതൊരു വളരെ ലളിതമായ ആശയമാണ്. നമ്മുടെ ജാതകത്തിലെ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴ പോലെയാണ്. അവ നമുക്കായി അവസരങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മുടെ വീടോ അതൊരു പാത്രം പോലെയാണ്. ആ പാത്രത്തിൽ നിറയെ ദ്വാരങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് തലകീഴായി വെച്ചിരിക്കുകയാണെങ്കിൽ, എത്ര വലിയ മഴ പെയ്തിട്ട് എന്താ കാര്യം? ഒരു തുള്ളി വെള്ളം പോലും കിട്ടില്ല. അതുപോലെ ഗ്രഹങ്ങൾ തരുന്ന അവസരങ്ങൾ സ്വീകരിക്കാൻ നമ്മുടെ വീട് തയ്യാറായിരിക്കണം. അപ്പോ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഇടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേത് വടക്ക് ദിശ. ഇത് ധനത്തിന്റെ അധിപനായ കുബേരന്റെ സ്ഥാനമാണ്. അതുമാത്രമല്ല, ബുദ്ധിയുടെയും ബിസിനസിന്റെയും ഗ്രഹമായ ബുധന്റെ ദിശയും ഇതുതന്നെ. അപ്പൊ നോക്കൂ, പണം വരാൻ കുബേരന്റെ അനുഗ്രഹം വേണം. വന്ന പണം ശരിക്ക് ഉപയോഗിക്കാൻ ബുധന്റെ ബുദ്ധിയും വേണം. അതുകൊണ്ടാണ് ഈ ദിശയ്ക്ക് ഇത്രയധികം പ്രാധാന്യം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ദിശയിലെ ഊർജത്തെ തടസ്സപ്പെടുത്തുന്നത് എന്ന് നോക്കിയാലോ? വടക്കുഭാഗത്ത് അനാവശ്യമായി സാധനങ്ങൾ കൂട്ടിയിടുക, ഭാരമുള്ള അലമാരകൾ കൊണ്ടുപോയി വെക്കുക, പൊട്ടിയ സാധനങ്ങൾ സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഒരു ചവറ്റുകുട്ട വെക്കുക. ഇതൊക്കെ പണത്തിന്റെ ഒഴുക്കിനെ തടയുന്ന ബ്ലോക്കുകളാണ്. എന്നാൽ ഇതിന്റെ പരിഹാരം എത്ര സിമ്പിളാണെന്ന് നോക്കൂ. ഇന്ന് തന്നെ ആ ഭാഗം വൃത്തിയാക്കുക. എന്നിട്ട് അവിടെ പച്ചപ്പിന്റെ, അതായത് ബുധന്റെ പ്രതീകമായൊരു ചെറിയ ചെടി വെക്കുക. അല്ലെങ്കിൽ ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു ചെറിയ വിളക്ക് തെളിയിച്ചാലും മതി. ഈ ശാസ്ത്രങ്ങൾ പറയുന്നത് ഊർജത്തിന്റെ തടസ്സങ്ങൾ മാറ്റിയാൽ അതിന്റെ ഫലം വളരെ പെട്ടെന്ന് തന്നെ കണ്ടു തുടങ്ങുമെന്നാണ്. ഈയൊരു ചെറിയ മാറ്റം നിങ്ങളൊന്ന് വരുത്തി നോക്കൂ. വെറും വെറും 3 മുതൽ 7 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു പോസിറ്റീവ് മാറ്റം വന്നു തുടങ്ങുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ പറ്റും. ചിലപ്പോൾ പുതിയ അവസരങ്ങൾ വരാം, അല്ലെങ്കിൽ അനാവശ്യ ചെലവുകൾ കുറയാം. ശ്രദ്ധിച്ചാൽ ആ മാറ്റം കാണാം. ഇനി നമുക്ക് വീടിന്റെ ഊർജ കേന്ദ്രമെന്ന് പറയാവുന്ന ഒരിടത്തേക്ക് പോകാം. അടുക്കള. നമ്മുടെ വീടിന്റെ ഹൃദയമാണ് അടുക്കള, അല്ലേ? ആരോഗ്യത്തിന്റെയും ഊർജത്തിന്റെയും ഗ്രഹമായ സൂര്യനും അഗ്നിയുടെ ഗ്രഹമായ ചൊവ്വയുമാണ് അടുക്കളയെ ഭരിക്കുന്നത്. ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണമാണല്ലോ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ അടുക്കളയിലെ ഊർജം നമ്മുടെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തെയും പരസ്പരമുള്ള ബന്ധങ്ങളെയും നേരിട്ട് തന്നെ സ്വാധീനിക്കും. നിങ്ങളുടെ അടുക്കളയിൽ പൊട്ടിയ പാത്രങ്ങളോ കേടായ ഉപകരണങ്ങളോ ഉപയോഗിക്കാത്ത പഴയ സാധനങ്ങളോ ഒക്കെ ഉണ്ടോ? ഇവയെല്ലാം അവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാക്കും. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും വീട്ടിലുള്ളവർക്കിടയിൽ അകാരണമായ ദേഷ്യത്തിനും വഴക്കിനുമൊക്കെ കാരണമാകും. പരിഹാരം വളരെ ലളിതമാണ്. ആദ്യം തന്നെ അടുക്കള നന്നായി വൃത്തിയാക്കി പൊട്ടിയതും ആവശ്യമില്ലാത്തതുമായ എല്ലാം ഒഴിവാക്കുക. അതിനുശേഷം ചൊവ്വയുടെ ഊർജത്തെ ബാലൻസ് ചെയ്യാൻ ചുവന്ന നിറത്തിലുള്ള ഏതെങ്കിലും ഒരു ചെറിയ വസ്തു അവിടെ വെക്കുക. അതൊരു ചെറിയ പാത്രമോ അലങ്കാരമോ എന്തുമാകാം. ഇത് ദേഷ്യം കുറച്ച് സ്നേഹവും ഊർജവും കൂട്ടാൻ സഹായിക്കും. ഇനി മൂന്നാമത്തെ, ഒരു പക്ഷേ ഏറ്റവും ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള ഒരിടം, നമ്മുടെ കിടപ്പുമുറി. മനസ്സിന്റെ കാരകനായ ചന്ദ്രനാണ് ഈ സ്ഥലത്തെ ഭരിക്കുന്നത്. കടലിലെ വേലിയേറ്റങ്ങളെ നിയന്ത്രിക്കുന്ന അതേ ചന്ദ്രന് നമ്മുടെ മനസ്സിന്റെ വികാരങ്ങളെയും ചിന്തകളെയും സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. നല്ല ഉറക്കം, ശാന്തമായ ഒരു മനസ്സ്, ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, ഇതെല്ലാം നമ്മുടെ കിടപ്പുമുറിയിലെ ഊർജത്തെ ആശ്രയിച്ചിരിക്കും.
ശാസ്ത്രീയമായി പോലും ഇതിനൊരു കാരണമുണ്ട്. ഭൂമിയുടെ കാന്തിക പ്രവാഹം വടക്ക് നിന്ന് തെക്കോട്ടാണ്. നമ്മുടെ ശരീരത്തിലും ഈ ഒരു കാന്തിക പ്രവാഹമുണ്ട്. അപ്പോ വടക്കോട്ട് തലവെച്ചുറങ്ങുമ്പോൾ ഭൂമിയുടെയും നമ്മുടെ ശരീരത്തിന്റെയും ഒരേപോലെയുള്ള ധ്രുവങ്ങൾ തമ്മിൽ വികർഷിക്കും. ഇത് നമ്മുടെ ഉറക്കത്തെയും മാനസികാരോഗ്യത്തെയും ബാധിക്കും. അതുകൊണ്ട് എപ്പോഴും തെക്കോട്ടോ കിഴക്കോട്ടോ തലവെച്ച് ഉറങ്ങാൻ ശ്രമിക്കുക. അതോടൊപ്പം മുറിയിൽ ചന്ദ്രന്റെ ആ ശാന്തമായ ഊർജം നിറയ്ക്കാൻ വെള്ളയോ ഇളം നീലയോ പോലെയുള്ള നിറങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഈ മാറ്റങ്ങൾ ഒന്ന് വരുത്തി നോക്കൂ. ഒരു 7 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഉറക്കത്തിന് നല്ല ആഴം കിട്ടുന്നതായും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു പ്രത്യേക ഉന്മേഷം തോന്നുന്നതായും ചിന്തകൾക്ക് കൂടുതൽ വ്യക്തത വന്നതായും നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. കാരണം ശാന്തമായ ഒരു മനസ്സിൽ നിന്നാണ് എപ്പോഴും ശരിയായ തീരുമാനങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ച ഈ ചെറിയ വളരെ ലളിതമായ കാര്യങ്ങൾ എങ്ങനെയാണ് ജീവിതത്തിൽ ഇത്ര വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്? കാരണം ഓരോ വലിയ യാത്രയും തുടങ്ങുന്നത് ഒരു കുഞ്ഞു കാൽവെപ്പിൽ നിന്നല്ലേ? നിങ്ങളുടെ വിധി മാറ്റിയെഴുതാനുള്ള ആ ആദ്യത്തെ കാൽവെപ്പാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വരുത്തുന്ന ഈ പോസിറ്റീവ് മാറ്റങ്ങൾ. ഈ പ്രപഞ്ചബന്ധം നമുക്കിങ്ങനെ ലളിതമായി മനസ്സിലാക്കാം. ഒന്നാമതായി, ഗ്രഹങ്ങൾ നമുക്കായി അവസരങ്ങളുടെ മഴ പെയ്യിക്കുന്നു. രണ്ടാമതായി, നമ്മുടെ വീടിന്റെ ശരിയായ ഊർജം ആ അവസരങ്ങളെ സ്വീകരിക്കാനുള്ള വാതിൽ തുറന്നു തരുന്നു. മൂന്നാമതായി, ഇവ രണ്ടും ഒരുമിച്ച് ചേരുമ്പോൾ നമ്മുടെ ജീവിതമാകുന്ന നദി അതിന്റെ ശരിയായ ദിശയിലേക്ക് ഒഴുകാൻ തുടങ്ങുന്നു. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. ഇതിനൊന്നും നിങ്ങൾ വീട് പൊളിച്ചു പണിയുകയോ ലക്ഷങ്ങൾ മുടക്കുകയോ വേണ്ട. വേണ്ടത് ഒരേ ഒരു കാര്യമാണ്: ഒരു നല്ല തുടക്കം, ഒരു പോസിറ്റീവ് മനോഭാവം. ഇന്ന് തന്നെ ഈ പറഞ്ഞ 3 സ്ഥലങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആ ഒരു ചെറിയ മാറ്റം അത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ആ ഒരു വലിയ പോസിറ്റീവ് എനർജി അത് നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ പറ്റും. ആ നല്ല തുടക്കത്തിൽ നിന്നാണ് ഭാഗ്യം നമ്മളെ തേടി വരുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നെയാണ്. അപ്പോ നിങ്ങളുടെ ഭാഗ്യത്തിന്റെ ആ താക്കോല് കണ്ടെത്താനും ജീവിതത്തിന്റെ ആ താളം വീണ്ടെടുക്കാനും നിങ്ങൾ റെഡിയാണോ?